രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാകും എന്ന വാർത്തയിൽ സന്തോഷിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല, കോടാനുകോടി സാധാരണക്കാരനും ആശ്വാസം നൽകുന്ന വാർത്തയാണത്. തങ്ങളുടെ ശബ്ദമാകാൻ, തങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ, BJPയുടെ തന്നിഷ്ടം ചോദ്യം ചെയ്യാൻ രാഹുൽ ഗാന്ധി ഉണ്ടാകുമെന്ന് അവർക്ക് ഉറപ്പാണ്. പ്രതീക്ഷകൾ നശിച്ച ഒരു ദശാബ്ദ കാലത്തെ മോശം സാഹചര്യങ്ങളെ അതിജീവിച്ച് ഒരു വലിയ വിഭാഗം ജനത കാത്തുനിന്നത് രാഹുലിന് വേണ്ടിയാണെന്ന് പറയാം. വീട്ടിലെ ഒരു അംഗത്തെ പോലെ അവർ രാഹുലിനെ സ്നേഹിച്ചു. തളർന്നപ്പോൾ താങ്ങി നിർത്തി, പിന്നിലേക്ക് പോയപ്പോൾ കൈ പിടിച്ചു നയിച്ചു. ആ ജനവിഭാഗത്തിന് ആവശ്യം വന്നു എന്ന് തോന്നിയ സമയത്ത് തന്നെയാണ് പ്രതിപക്ഷത്തെ നയിക്കാൻ രാഹുൽ ഗാന്ധി അവരുടെ നേതാവായി സഭയിലെത്തുന്നത്. കിലോമീറ്ററുകളോളം നടന്ന് ഇന്ത്യയെ അറിഞ്ഞ്, ജനങ്ങളെ അറിഞ്ഞ് ഇനി അവർക്കൊരു ശബ്ദമാകാൻ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഉണ്ടാകും എന്ന ഉറപ്പ് കോൺഗ്രസ് നൽകുമ്പോൾ രാജ്യത്തെ കോടിക്കണക്കിന് ന്യൂനപക്ഷങ്ങൾക്ക് ഭയപ്പാടില്ലാതെ ഉറങ്ങാൻ സാധിക്കും. രാഷ്ട്രീയ പ്രവേശനത്തിന്റെ തുടക്കം മുതൽ അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും മാത്രമായിരുന്നു രാഹുലിന് ലഭിച്ചത്. പപ്പു, നെപ്പോ കിഡ്, അമൂൽ ബേബി തുടങ്ങിയ നിരന്തരം വ്യക്തിഹത്യക്ക് രാഹുൽ ഇരയായി. കുടുംബ പാരമ്പര്യമല്ലാതെ കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ യാതൊരു അർഹതയുമില്ലെന്ന് പലരും വിധി എഴുതി. അദ്ദേഹത്തിന്റെ നേതൃത്വ പാടവത്തിൽ സംശയമുയർത്താനും പാർട്ടിക്കുള്ളിൽ നിന്നുപോലും നേതാക്കളുണ്ടായി. 2014ലെയും 2019ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ പരാജയം രാഹുൽ ഗാന്ധി കാരണമാണെന്ന് വരെ ചില നേതാക്കൾ പറഞ്ഞു നടന്നു. 2019ൽ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷനായിരുന്നു രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പിലെ പാർട്ടിയുടെ പരാജയം സ്വയം ഏറ്റെടുത്ത് അന്ന് ആ പദവി രാഹുൽ സന്തോഷപൂർവ്വം വച്ചൊഴിഞ്ഞു. ആരും അന്ന് രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ടിരുന്നില്ല. എന്നിട്ടും സാമാന്യ മര്യാദയുടെ പേരിൽ രാഹുൽ അത് ചെയ്തു. സോണിയാഗാന്ധിയും പിന്നീട് മല്ലികാർജുൻ ഖാർഗെയും അധ്യക്ഷ പദവിയിലേക്ക് എത്തിയിട്ടും കോൺഗ്രസിന്റെ മുഖവും അധികാര കേന്ദ്രവും എല്ലാം അപ്പോഴും രാഹുൽ തന്നെയായിരുന്നു. ഇതിനിടെ ഇന്ത്യയിലെ ജനങ്ങളെ അറിയാനായി രാഹുൽ ഗാന്ധി നടത്തിയ ഭാരത് ജോഡോ യാത്ര രാഹുലിന്റെ പ്രതിച്ഛായ ഒന്നാകെ പാടെ മാറ്റിക്കളഞ്ഞു. കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ 4000 കിലോമീറ്റർ കാൽനടയായി രാഹുൽ നടന്നത് ഇന്ത്യയിലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്കായിരുന്നു. ജാതി, മത, വർഗ വ്യത്യാസമില്ലാതെ ജനങ്ങളോടൊപ്പം അവരുടെ ജീവിതം അറിഞ്ഞ് രാഹുൽ നടന്നു നീങ്ങി. രാജ്യത്തെ പട്ടിണിക്കാരന്റെയും പാവപ്പെട്ടവന്റെയും ന്യൂനപക്ഷക്കാരന്റെയും എല്ലാം പ്രതീക്ഷയായി അദ്ദേഹം മാറി. ആ പ്രതീക്ഷയാണ് പ്രതിപക്ഷ നേതാവായി വീണ്ടും ഇന്ത്യൻ പാർലമെന്റിൽ ജ്വലിച്ചു നിൽക്കുന്നത്. ജോഡോ യാത്ര കാശ്മീരിൽ അവസാനിച്ചില്ലെന്നും മാത്രമല്ല, ഇനിയും കലാപം അണയാത്ത മണിപ്പൂരിൽ നിന്നും മുംബൈയിലേക്കുള്ള അടുത്ത യാത്രയും നാനാതലത്തിലുള്ള ജീവിതങ്ങളെ അറിയാൻ തന്നെയായിരുന്നു രാഹുൽ നടന്നത്. അന്ന് ആ നേതാവിനോടൊപ്പം 6200 കിലോമീറ്ററുകൾ താണ്ടാനെത്തിയത് 10000 ആളുകളാണ്. ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ മതവും വിശ്വാസവും എല്ലാം രാഷ്ട്രീയത്തിൽ കലർത്തി വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി മോദിയും BJPയും വോട്ട് പിടിക്കാനിറങ്ങിയപ്പോൾ ജനാധിപത്യവും ഭരണഘടനയും മുൻനിർത്തിയാണ് രാഹുൽ ഗാന്ധി അവർക്കെതിരെ പോരാടിയത്. റായ്ബറേലി MP ആയി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും ഇന്ത്യൻ ഭരണഘടന അദ്ദേഹം കയ്യിൽ ഉയർത്തിപ്പിടിച്ചിരുന്നു. അധികാരം നേടാനായില്ലെങ്കിലും കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെയും ശക്തമായ തിരിച്ചുവരവാണ് തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത്. യോഗ്യനായ എതിരാളിയാണ് താനെന്ന് രാഹുൽ ഗാന്ധി ഒരിക്കൽ കൂടി BJPയോട് വിളിച്ചു പറഞ്ഞു. ലോക്സഭയിൽ ഇനി പഴയ പോലുള്ള നാണം കെട്ട രാഷ്ട്രീയ കളിക്ക് BJP മുതിരുമ്പോൾ ഓർക്കണം, തിരുത്താൻ ശക്തിയായി ഇന്ത്യ മുന്നണിയെ നയിച്ച് രാഹുൽ ഗാന്ധി അവർക്ക് പിന്നിലുണ്ടെന്ന്.